शलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यं। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഇന്നലെ 33-ാമത്തെ ശ്ലോകം വരെ പഠിച്ചു. 34-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് നമുക്ക് നോക്കാം. യുധിഷ്ഠിര മഹാരാജാവ് യദുവംശത്തിലെ എല്ലാവരുടെയും അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നു. ആരോടാണ്? അർജുനനോട്. അർജുനൻ തിരിച്ചു വന്നിരിക്കുന്നു. അർജുനൻ യുധിഷ്ഠിര മഹാരാജാവിന്റെ മുഖത്ത് നോക്കുന്നില്ല. വിഷമം കൊണ്ട് തല കുനിച്ചു നിൽക്കുന്നു. അദ്ദേഹം വിഷമിക്കുകയാണ് ചെയ്യുന്നത്. കരയുന്നു. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അങ്ങനെ അർജുനൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവ് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതായത് വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്, യദുവംശത്തിലെ എല്ലാവരെയും കുറിച്ച് ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അന്വേഷണം ചോദിക്കുന്നു. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി 34 മുതൽ 38 ശ്ലോകം, 38-ാമത്തെ ശ്ലോകം വരെ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ കൃഷ്ണനെ അദ്ദേഹം സ്തുതിക്കുന്നതാണ് കാണുന്നത്. നോക്കാം. 34 മനോഹരമായിട്ടുള്ള സ്തുതികളാണ്. ഭഗവാനപി ഗോവിന്ദോ ബ്രഹ്മണ്യോ ഭക്തവത്സല കചിത് പുരേ സുധർമായാം സുഖം ആസ്തേ സുഹൃത്വൃതഃ. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. വായിച്ചോളൂ പ്രീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 34. ഭഗവാനപി ഗോവിന്ദോ ബ്രഹ്മണ്യോ ഭക്തവത്സലഃ കച്ചിത് പുരേ സുധർമായാം സുഖം ആസ്തേ സുഹൃതഃ. വിവർത്തനം. ശ്രീലപ്രഭുപാദി ജയ്. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ബ്രാഹ്മണർക്കും ആനന്ദം പകരുന്നവനും സ്വഭക്തന്മാരോട് അത്യന്തം മമതയുള്ളവനുമായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ സുഹൃത്തുക്കളെ വലയം ചെയ്യപ്പെട്ട് ദ്വാരകാപുരിയിൽ ധർമ്മപൂരിതമായ സദസ്സ് ആസ്വദിക്കുന്നുണ്ടോ? ശ്രീകൃഷ്ണ. താങ്ക് യു. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നത് ഭഗവാനെ കുറിച്ചാണ്, കൃഷ്ണനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ചോദിക്കുന്നു, അതായത് ഗോവിന്ദൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതായത് ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ അപി ഗോവിന്ദോ, ഗോവിന്ദ എന്ന് ഉള്ള പേരിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. അതായത് പശുക്കൾക്കും അതേപോലെ ഇന്ദ്രിയങ്ങളും. അതായത് ഗോ എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഗോ എന്ന് പറയുമ്പോൾ പശുക്കളാവാം, ഗോ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളാവാം, ഗോ എന്ന് പറയുമ്പോൾ ഗോവർദ്ധനമാവാം, ഗോ എന്ന് പറയുമ്പോൾ ഗോസ്വാമിയാവാം, ഗോ എന്ന് പറഞ്ഞാൽ ഗോലോകമാവാം, ഗോ എന്ന് പറഞ്ഞാൽ ഗോകുലമാവാം, ഗോ എന്ന് പറഞ്ഞാൽ ഗോപികമാരാവാം, ഗോ എന്ന് പറഞ്ഞാൽ ഗോപന്മാരാവാം. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഗോ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടെ തിരമാല അല്ലെങ്കിൽ തിരകൾക്കും ഗോ എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഗോ എന്ന് പറയുമ്പോൾ പശുക്കളെയും അതേപോലെ ഇന്ദ്രിയങ്ങൾക്കും സന്തോഷം കൊടുക്കുന്ന അല്ലെങ്കിൽ അതാണ് അർത്ഥം ഇവിടെ വരുന്നത്. അതായത് പശുക്കൾക്കും ഇന്ദ്രിയങ്ങളുടെ നമുക്ക് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും അതായത് നിയന്ത്രിക്കുന്നു എന്നുള്ളതിൽ
മാസ്റ്റർ എന്നുള്ള രീതിയിൽ ഋഷികേശൻ എന്നുള്ള അർത്ഥമുണ്ട്. ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്നു. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ എടുത്താലും ഭക്തരുടെ ഇന്ദ്രിയങ്ങൾക്കും ആ ഒരു സന്തോഷം, കാര്യം ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴോ ഭഗവാന്റെ നാമം ചൊല്ലുമ്പോഴോ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണുമ്പോഴോ വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ ചൊല്ലുമ്പോഴോ ഒക്കെ ആനന്ദം കിട്ടുന്നു അല്ലെ. അപ്പോൾ ആ ഒരു ആനന്ദം കൊടുക്കുന്ന വ്യക്തിയാണ് എല്ലാവർക്കും. അതാണ് ഗോവിന്ദൻ. അതേപോലെ പശുക്കളുടെ കാര്യം പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഭഗവാൻ എത്രമാത്രം ഇഷ്ടമാണ് പശുക്കളെ എന്നുള്ളത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, അപ്പോൾ ഗോവിന്ദൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കൂട്ടത്തിൽ ബ്രാഹ്മണരോടും ഭക്തരോടും കാരുണ്യം കാണിക്കുന്ന ഭഗവാൻ എന്നുള്ള ഒരു കാര്യവും ഇവിടെ പറയുന്നു. ബ്രഹ്മണ്യോ ഭക്തവത്സല, ബ്രാഹ്മണരോട് കരുണ കാണിക്കുക, ഭക്തവത്സലനാണ് ഭഗവാൻ കൃഷ്ണൻ അല്ലെ. അപ്പോൾ ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഗോവിന്ദൻ, അതേപോലെ ബ്രാഹ്മണരുടെ സംരക്ഷണം അല്ലെങ്കിൽ ബ്രാഹ്മണരോട് കാരുണ്യം കാണിക്കുന്നു എല്ലായ്പ്പോഴും, അതുപോലെ ഭക്തവത്സലൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സ്തുതിക്കുന്നത് ഭഗവാനെ. അദ്ദേഹം എന്ത് പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് സുധർമ്മ എന്ന് പറയുമ്പോൾ ദ്വാരകയിലെ ആ സഭ കൂടുന്ന അസംബ്ലിയാണ് പറയുന്നത് സുധർമ്മ. ഈ ഒരു അസംബ്ലി, ഈ ഒരു ദ്വാരകാപുരിയിലുള്ള ഈ സുധർമ്മ പറയുന്നു, അവിടെ ആ ഒരു സഭ കൂടാനുള്ള സ്ഥലമാണ്. അവിടെ ആ ഹാളിനകത്തേക്ക് കയറുമ്പോൾ തന്നെ സമയം നിൽക്കുന്നു. അതായത് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ സമയം, ആയുസ്, അങ്ങനെയുള്ള സമയം, അതായത് സമയത്തിന് ചലനമില്ല, അത് നിശ്ചലമാകുന്നു. അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ദ്വാരകാപുരിയിലെ സുധർമ്മനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് പറയുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അദ്ദേഹം സുധർമ്മയിൽ ആസ്വദിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോക്കൂ എന്താണ് പറയുന്നത്. ഭഗവാൻ അഭിഗോവിന്ദോ ബ്രഹ്മണ്യോ ഭക്തവത്സല കച്ചിത് പുരേ സുധർമായാം സുഖമാസ്തേ സുഹൃത്ത്. സുഖമായിരിക്കുന്നു. അതായത് സുധർമ്മ എന്ന് പറയുന്ന അസംബ്ലി ഹാളിൽ കൃഷ്ണനും സുഹൃത്തുക്കളും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. സുധർമ്മയെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് നേരിട്ട് അദ്ദേഹത്തിന്റെ ക്ഷേമം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്. അപ്പോൾ ആ ഒരു ബഹുമാനത്തോടുകൂടി, ബഹുമാനം ഉള്ളത് കൊണ്ട് നേരിട്ട് പറയുന്നില്ല, നേരിട്ട് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാതെ ചോദിക്കാതെ കൃഷ്ണൻ സുഖമായിരിക്കുന്നോ സന്തോഷമായിട്ടിരിക്കുന്നോ ചോദിക്കുന്നതിന് പകരം അദ്ദേഹം പറയുന്നു ആ ദ്വാരകയിലുള്ള സുധർമ്മയിൽ, ഈ അസംബ്ലി ഹാളിൽ അദ്ദേഹം ഹാപ്പിയാണോ, സന്തോഷവാനാണോ എന്നാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹം പറയുന്നത്. ഡയറക്ട്ലി അഭിസംബോധന ചെയ്യാതെ ഇൻഡയറക്ട്ലി ചോദിക്കുന്നു. പക്ഷെ ചോദ്യം എന്താണ്? ഭഗവാന്റെ ക്ഷേമമാണ് ചോദ്യം. ഇതിനു മുമ്പും നമ്മൾ ഒരു സെക്ഷനിൽ ഇതുപോലെ കണ്ടിരുന്നു അല്ലെ, ഇൻഡയറക്ട്ലി ചോദിക്കുന്നത്. ഇവിടെ ശിലപ്രഭുപാജിയുടെ ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഇവിടെ ഭഗവാൻ ഗോവിന്ദ ബ്രഹ്മണ്യ ഭക്തവത്സല 4 കാര്യങ്ങളാണ് പറയുന്നത്. ഭഗവാനെ സ്തുതിക്കുന്നത്. ഭഗവാൻ എന്ന് പറയുമ്പോൾ അർത്ഥം നമുക്കറിയാം, എല്ലാ ഷഡൈശ്വര്യപൂർണമായിട്ടുള്ള ഭഗവാൻ, എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഭഗവാൻ. 2 ഗോവിന്ദൻ ഇന്ദ്രിയങ്ങൾക്കും അതേപോലെ പശുക്കൾക്കും സന്തോഷം കൊടുക്കുന്നു. ബ്രഹ്മണ്യൻ ബ്രാഹ്മണരെ സംരക്ഷിക്കുന്നു. ഭക്തവത്സൽ ഭക്തരോട് മഹാകൃപ കാണിക്കുന്നു. അങ്ങനെ 4 ക്വാളിറ്റീസ് ആണ് ഇവിടെ, 4 കാര്യങ്ങളാണ്, സ്പെഷ്യാലിറ്റിയാണ് പറയുന്നത്. 4 ക്വാളിറ്റീസ് നമുക്ക് പറയാം. ഭഗവാൻ എന്ന് പറയുമ്പോൾ അതിൽ പല അർത്ഥങ്ങളും അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശിലപ്രഭുപാജി പറയുന്നു, ഭഗവാൻ സ്വയം എന്ന് പറയുമ്പോൾ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ, എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഭഗവാൻ കൃഷ്ണൻ, ഷഡൈശ്വര്യപൂർണനായിട്ടുള്ള കൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹമാണ് എല്ലാ അവതാരങ്ങളുടെയും ഉത്ഭവം, എല്ലാ അവതാരങ്ങളുടെ സോഴ്സ് അദ്ദേഹമാണ്. കൃഷ്ണനെ പോലെ വേറെ ആരുമില്ല, അദ്ദേഹത്തെക്കാൾ വലുതോ അദ്ദേഹത്തിനെ പോലെയോ ആരുമില്ല. അതായത് അസമ്മൂർധ്വ, ഭഗവാനെ പോലെയോ ഭഗവാനേക്കാൾ മുകളിലോ ആരുമില്ല. അതാണ്. എല്ലാവരും ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ, ബാക്കി എല്ലാവരും ഭൃത്യരാണ്.
അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻസ്, അദ്ദേഹത്തിന്റെ വിസ്തരണങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഹൈറാർക്കി നോക്കുമ്പോൾ പരമദിവ്യത്വം പുരുഷൻ കൃഷ്ണനാണ്, അവതാരി പുരുഷനാണ് അദ്ദേഹം. ഇവിടെ പറയുന്നു പിന്നെ അപ്പോൾ ശിലപ്രഭുപാദ് ഷഡൈശ്വര്യങ്ങളെ കുറിച്ച് പറയുന്നു. 6 ഐശ്വര്യങ്ങൾ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലെ, എല്ലാവർക്കും അറിയാം. 6 ഐശ്വര്യങ്ങളെ കുറിച്ച് പറയുന്നു. കൂട്ടത്തിൽ ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള അർത്ഥം പറയുന്നു. നമ്മൾ ഓൾറെഡി അതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ശിലപ്രഭുപാദി പറയുന്നു, ആരുടെയാണോ ഇന്ദ്രിയങ്ങൾ ശുദ്ധമായിട്ടുള്ളത്, ആ ശുദ്ധമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഭഗവാനെ സേവിക്കുമ്പോൾ, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ, ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം നേടാൻ സാധിക്കും എന്ന്. അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം ശരിക്കും നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ, അതായത് ഈ ഇന്ദ്രിയ സുഖങ്ങൾ, ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകിൽ ഓടുന്ന ഇന്ദ്രിയങ്ങൾ, നമുക്ക് ആ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഭഗവത് സേവനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം കിട്ടുക എന്ന് പറയുമ്പോൾ സമയമെടുക്കും. എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധമായി വരുന്നതോടുകൂടി, അതിന്റെ പരിശുദ്ധി കൂടുന്നതനുസരിച്ച്, ശുദ്ധീകരണം നടക്കുന്നതനുസരിച്ച് നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ഒരു ഭക്തൻ ആത്മാർത്ഥയോടുകൂടി ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി, നാച്ചുറലി അവരുടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധമായി കൊണ്ടിരിക്കുന്നു അല്ലെ, കാലക്രമേണ നടന്നുകൊണ്ടിരിക്കുന്നു, ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ശുദ്ധമായി കൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു ഭക്തിയുത സേവനങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് എല്ലാത്തിന്റെയും മെഡിസിൻ അല്ലെ. ഭക്തിയുത സേവനങ്ങൾ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധമായി വരുന്നു. അവസാനം എന്ത് സംഭവിക്കുന്നു? കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ ഇന്ദ്രിയങ്ങൾ ശുദ്ധമാവുന്നതനുസരിച്ച്, ഭക്തിയുത സേവനങ്ങളിലൂടെ ശുദ്ധമാവുന്നതനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദത്തിന്റെ അളവ് കൂടി വരുവാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായും ശുദ്ധമാവുമ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു ശുദ്ധമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ സേവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതിന്റെ ഒരു ലെവൽ വേറൊരു ലെവലാണ്. അതാണ് ഇപ്പോൾ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ചിന്തിക്കാൻ സാധിക്കില്ല. എന്നാൽ അതിലോട്ടുള്ള യാത്രയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. ഇന്ന് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ അതിന്റെ ഒരു സാമ്പിൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതീന്ദ്രിയമായിട്ടുള്ള ഒരു ആനന്ദം കിട്ടുന്നുണ്ട്. സാമ്പിൾ മുഴുവനായിട്ടും കിട്ടിയിട്ടില്ല. ആ സാമ്പിളിലൂടെ തന്നെ ഒരുപാട് സന്തോഷവും ആനന്ദവും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇരിക്കില്ല. ഇതാണ് ഇവിടെ ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു ഇതിനെക്കുറിച്ച്. പിന്നീട് പ്രഭുപാദ് പശുക്കളെ സംരക്ഷിക്കുന്നതിന്റെ കാര്യവും അതേപോലെ ബ്രാഹ്മണരെ സേവിക്കുന്നതിന്റെ കാര്യമൊക്കെ, അവരെ സംരക്ഷിക്കുന്ന കാര്യമൊക്കെ ഇവിടെ എടുത്ത് പറയുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സമൂഹത്തിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകൾ വരുന്നു. ബ്രാഹ്മണര്, പശുക്കൾ, വയസ്സായിട്ടുള്ളവര്, കുട്ടികള്, സ്ത്രീകള്, ഇവരെല്ലാവരെയും സംരക്ഷിക്കണം. ആ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ചും ഭരണത്തിലുള്ളവർക്ക്. ഇങ്ങനെയുള്ള ഈ 5 കാറ്റഗറിയിൽ വരുന്ന ആളുകളെ, അവർക്ക് വേണ്ടി എല്ലാ സംരക്ഷണങ്ങളും കൊടുക്കാൻ നിയമങ്ങളും ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം. അങ്ങനെയാണ് നല്ലൊരു രാജ്യമാണെങ്കിൽ, നല്ലൊരു രാജാവാണെങ്കിൽ അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അവർ ചെയ്യും. അതാണ് ഭഗവാൻ എപ്പോഴും. അതുകൊണ്ടാണ് നമോ ബ്രഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗതിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ആ ശ്ലോകത്തിലും പറയുന്നു ബ്രാഹ്മണരെ സേവിക്കുന്ന കാര്യവും ബ്രാഹ്മണരെ സംരക്ഷിക്കുന്ന കാര്യവും, കൂട്ടത്തിൽ പശുക്കളെ സേവിക്കുന്ന കാര്യവും, പശുക്കളെ സ്നേഹിക്കുന്നു. ഭഗവാന് പശുക്കളോടുള്ള ഇഷ്ടത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ശ്ലോകം 35, 36. മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച ആസ്തേയദോ കുലാം ബോധാവ് ആദ്യോനന്ത സഖാ പുമാൻ യദ്ബാഹു ദണ്ഡഗുപ്തായാം സ്വപൂര്യാം യദവോ ഋചിത.
ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷിക ഇവ. സുഗന്ധി മാതാജി. കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 35-36. മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച ആസ്തേ യദുകുലാം ഫോദ വാദ്യോനന്ദ സഹപുമാൻ യത് ബാഹുദണ്ഡഗുപ്തായാം സുഭൂര്യാം യതവോച്ഛിദഃ ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷികായിവ. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ. പരമ ആസ്വാദകനായ ആദിമൂലമായ പരമദിവ്യോത്തമ പുരുഷൻ ആദി ഭഗവാനായ അനന്തനായ ബലരാമനോടൊപ്പം സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനും സാർവത്രികമായ പുരോഗതിക്കുമായി യദുവംശമാകുന്ന സാഗരത്തിൽ വസിക്കുന്നു. മാത്രവുമല്ല, യദുവംശത്തിലെ അംഗങ്ങൾ ഭഗവാന്റെ തൃക്കരങ്ങളാൽ സംരക്ഷിക്കപ്പെടുകയാൽ ആത്മീയ ആകാശവാസികൾ എന്ന വണ്ണം ജീവിതത്തെ ആസ്വദിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഇവിടെ ഭഗവാൻ കൃഷ്ണനെ കുറിച്ചും ബലരാമനെയും കുറിച്ച് പറയുന്നു. അവര് രണ്ടുപേരും യദുവംശത്തിലുണ്ട്. എല്ലാവരെയും സംരക്ഷിക്കുന്നു. എല്ലാവരുടെയും ക്ഷേമം അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാവരുടെ ഹിതത്തിനായി അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. പറയുന്നു ഇവിടെ യദുവംശത്തിലുള്ളവരെ ഭഗവാന്റെ സ്വന്തം കൈകൾ കൊണ്ട് ഭഗവാൻ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും യദുവംശത്തിലുള്ള എല്ലാവരും വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന പോലെയാണ് എന്ന് പറയുന്നു. വൈകുണ്ഠത്തിലുള്ള എല്ലാവിധ സന്തോഷവും ആനന്ദവും അവിടെയുള്ള യദു കുലത്തിലുള്ള എല്ലാവരും അനുഭവിക്കുന്നു. കാരണം എന്താണ്? ഭഗവാന്റെ നേരിട്ടുള്ള ആ ഒരു കൈ കൊണ്ട് അദ്ദേഹത്തിന്റെ ഭഗവാന്റെ കൈകൾ ഉപയോഗിച്ച് ഭഗവാൻ അവരെ സംരക്ഷിക്കുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. അതായത് അതിന്റെ അർത്ഥം ഭഗവാന്റെ കൂടെ തന്നെ അവരെപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ അവരെ കൂടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ആലിംഗനം ചെയ്ത് നിർത്തിയ പോലെയാണ്. അദ്ദേഹത്തിന്റെ ആ കരങ്ങൾ ഉപയോഗിച്ച് ആ വലയം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രൊട്ടക്ഷനാണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെയുള്ള ദ്വാരകാവാസികൾക്ക് വൈകുണ്ഠത്തിൽ വസിക്കുന്ന പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഭഗവാൻ എവിടെയാണോ അത് വൈകുണ്ഠമാണ്, അതൊന്നും സംശയമൊന്നുമില്ല അല്ലെ. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ എവിടെയുണ്ടോ അത് വൈകുണ്ഠമാണ്. ഇവിടെ പ്രത്യേകിച്ചും ആത്മീയ ലോകത്തിലിരിക്കുന്ന പോലെയാണെന്ന് പറയുന്നു. കാര്യം ഇത് ഭൗതിക ലോകത്തിലെ ദ്വാരകയാണ്. ഓഫ്കോഴ്സ് അത് വ്യത്യാസമില്ല. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഭൗതിക ലോകത്തിലെ ദ്വാരകയും വൃന്ദാവനവും ആത്മീയ ലോകത്തിലെ വൃന്ദാവനവും ദ്വാരകയും മധുരയും തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാൻ എവിടെയുണ്ടോ അത് ധാമമാണ്, വ്യത്യാസമില്ല. എന്നാലും ഇവിടെ സ്തുതിയുടെ ഭാഗമായിട്ട് യുധിഷ്ഠിര മഹാരാജ് പറയുന്നു, വൈകുണ്ഠത്തിലെ എല്ലാ ആളുകളെയും പോലെ ഉള്ള ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവമാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത്, യദുവംശത്തിലുള്ളവർക്കുള്ളത് എന്നുള്ളത് പറയുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനെയും ബലരാമനെയും ഇതിലൂടെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പുരുഷാവതാരങ്ങളെ കുറിച്ച് പറയുന്നു. കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. നമ്മൾ പലപ്പോഴും ഈ ഒരു ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഭഗവാൻ കൃഷ്ണന്റെ വിസ്തരണങ്ങളാണ് പുരുഷാവതാരങ്ങൾ എന്നുള്ളത്. അതും ആദ്യത്തെ വിസ്തരണമെന്നല്ല, ആദ്യം ഭഗവാൻ കൃഷ്ണൻ ആദ്യത്തെ വിസ്തരണമാണ്. ഭഗവാൻ കൃഷ്ണന്റെ വിസ്തരണങ്ങൾ നോക്കുവാണെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ, അവതാരി പുരുഷൻ, പുരുഷാവതാരം വരുന്നത് പിന്നീടാണ്. അപ്പോൾ ഇവിടെ പുരുഷാവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവതാരി പുരുഷൻ ഭഗവാൻ കൃഷ്ണനിൽ നിന്നുള്ള വിസ്തരണങ്ങൾ തുടങ്ങുന്നു. ബലരാമൻ, പിന്നെ ചതുർവ്യൂഹം, അതിനുശേഷം ഭഗവാൻ നാരായണനിൽ നിന്ന് അടുത്ത ചതുർവ്യൂഹം, അവിടെ നിന്നാണ് പിന്നെ സംഘർഷനിൽ നിന്നാണ് കാരണോദകശായി വിഷ്ണു വരുന്നത്. പിന്നെ ഗർഭോദകശായി വിഷ്ണു ഓരോ ബ്രഹ്മാണ്ടങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ക്ഷീരോദകശായി വിഷ്ണു ഓരോ പരമാത്മാവ് ആയിട്ട് അദ്ദേഹം ഓരോ കണങ്ങളിലുണ്ട് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ ഒന്നും കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ പുരുഷാവതാരങ്ങളെ കുറിച്ച് മഹാപൗരുഷിക എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ വൈകുണ്ഠത്തിലെ വാസികളെ പോലെ
അല്ലെങ്കിൽ ഇവിടെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് മഹാപൗരുഷിക എന്നല്ലേ. മഹാപൗരുഷിക എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീയ ലോകത്തിലെ വൈകുണ്ഠവാസികളെ പോലുള്ള ആ ഒരു അനുഭവമാണ് ദ്വാരകയില് കൃഷ്ണന്റെ കൂടെയുള്ള ഭക്തർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വ്യത്യാസമില്ല എന്നുള്ളത്, ആ ഒരു കമ്പാരിസൺ ആണ് അദ്ദേഹം നടത്തുന്നത്. ശ്ലോകം 37. യത്പാദശുശ്രൂഷണമുഖ്യ കർമ്മണ ശക്ത്യാദയോദ്വി അസ്തസഹസ്രയോഷിതഃ നിർജിത്യ സംഖ്യേ ത്രിദശാംസ്തദാശിഷോ ഹരന്തി വജ്രായുധവല്ലഭോചിതാ. ശ്രീജ മാതജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 37. യത്പാദശുശ്രൂഷണമുഖ്യ കർമ്മണാം സത്യാദയോ ദി അഷ്ടസഹസ്രായോഷിതഃ നിർജിത്യ സാംഖ്യേ ത്രിദശാംസ്തദാശിഷോ ഹരന്തി വജ്രായുധവല്ലഭോചിതാം. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കീ ജയ്. സേവനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായ ഭാഗവത് പാദാംബുജ ശുശ്രൂഷ കൊണ്ട് മാത്രം സത്യഭാമയുടെ നേതൃത്വത്തിലുള്ള ദ്വാരകയിലെ രാജ്ഞിമാർ ദേവന്മാരെ പരാജയപ്പെടുത്തുന്നതിന് ഭഗവാനെ പ്രേരിപ്പിച്ചു. അപ്രകാരം വജ്രായുധ നിയന്താവിന്റെ പത്നിമാരെ വിശേഷാധികാരമുള്ള വസ്തുക്കളെ ദ്വാരകയിലെ രാജ്ഞിമാർ ആസ്വദിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ ദ്വാരകയിലുള്ള ഭഗവാൻ കൃഷ്ണന്റെ തൃപാദങ്ങൾ സേവിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. രാജ്ഞിമാരൊക്കെ, അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കർത്തവ്യം എന്താണ്? ഭഗവാനെ സേവിക്കുക. യത്പാദ ശുശ്രൂഷണ മുഖ്യകർമ്മം, അവരുടെ മുഖ്യകർമ്മം എന്താണ്? ഭഗവാനെ സേവിക്കുക. ആരുടെ കാര്യമാണ് പറയുന്നത്? സത്യഭാമയെ പോലെയുള്ള ബാക്കിയുള്ള രാജ്ഞിമാരെല്ലാവരും അവരുടെ ആകെയുള്ള സേവനം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം യത്പാദ ശുശ്രൂഷണ മുഖ്യകർമ്മണ, ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നു, സത്യഭാമയെ പോലുള്ള രാജ്ഞിമാരൊക്കെ ഭഗവാനെ ഒരുപാട്, അതായത് ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്കറിയാം, സത്യഭാമ കൃഷ്ണനോട് പറഞ്ഞിട്ട് പാരിജാതത്തിന്റെ വൃക്ഷം തന്നെ അദ്ദേഹം സ്വർഗലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്, അല്ലെ? അതിനുവേണ്ടി ഇന്ദ്രനുമായിട്ട് ഒരു യുദ്ധമൊക്കെ നടത്തേണ്ടി വന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാര്യം പാരിജാതം, ആ ഒരു വൃക്ഷം ദേവലോകങ്ങളിലാണ് ഉള്ളത്. ആ ദേവലോകങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് സത്യഭാമ പറയുന്നു, കൃഷ്ണനോട് പറയുന്നു, അതെനിക്ക് വേണം, അതില്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ ഭഗവാൻ അത് നടത്തി കൊടുക്കുന്നു, ആഗ്രഹം സാധിപ്പിക്കുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ രാജ്ഞിമാരെ നല്ല രീതിയിൽ സേവിക്കുന്നു. കാര്യം അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നു. കാരണം എന്താണ്? അവരെല്ലാവരും യത്പാദ ശുശ്രൂഷണ മുഖ്യകർമ്മണ, ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഭഗവാനെ ആത്മാർത്ഥതയോടുകൂടി, സ്നേഹത്തോടുകൂടി ഈ രാജ്ഞിമാരെല്ലാവരും സ്നേഹിക്കുന്നു. അപ്പോൾ അതിന് റെസിപ്രൊക്കേഷനായി തിരിച്ച് ഭഗവാൻ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നു. അങ്ങനെയാണ് ഭക്തരുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കും. ഇവിടെ ശ്രീല പ്രഭുപാദി സത്യഭാമ ദേവിയെ കുറിച്ച് ഈ ഒരു ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു. അപ്പോൾ പാരിജാതം കൊണ്ടുവരാൻ വേണ്ടി ഭഗവാൻ അവിടെ പോകുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് വായിക്കുന്നില്ല. വേറൊരു കാര്യം ഇവിടെ പറയുന്നത്, ദ്രൗപദി ദേവിയിൽ നിന്ന്, അതായത് സത്യഭാമ ദേവി ചോദിക്കുന്നുണ്ട്. അതായത് കാര്യം, ദ്രൗപദി മാത പാണ്ഡവരുടെ 5 പേരുടെ ഭാര്യയാണ്, അല്ലെ? അപ്പോൾ എങ്ങനെയാണ് ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ദ്രൗപദിയെ പോലെ എക്സ്പേർട്ട് ആയിട്ടുള്ള വേറെ ആരുമില്ല. അപ്പോൾ സത്യഭാമ ചോദിക്കുന്നുണ്ട് ദ്രൗപദിയോട്, എങ്ങനെയൊക്കെയാണ്, അതായത് എന്താണ് കാര്യം?
ദ്രൗപദി അതിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ കുറച്ച് ടിപ്സും സന്തോഷം, അവർക്ക് എങ്ങനെ കൂടുതൽ സന്തോഷം കൊടുക്കാൻ പറ്റും, എങ്ങനെ നല്ല രീതിയിൽ കൂടുതൽ സേവിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ ദ്രൗപദിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് സത്യഭാമയും മറ്റുള്ള രാജ്ഞിമാരും ഒക്കെ ഭഗവാനെ സേവിക്കാറുണ്ട്. കാര്യം ദ്രൗപദി അതിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അഡ്വൈസ് എടുക്കുന്ന പോലെ ഭഗവാന്റെ സർവീസിൽ പ്രത്യേകിച്ചും ഭർത്താവിനെ സേവിക്കുന്നതിനെ കുറിച്ച് എങ്ങനെ സേവിക്കും നന്നായി എന്നുള്ളത് സത്യഭാമ പോലുള്ളവരെല്ലാവരും ആരിൽ നിന്നാണ് പഠിക്കുന്നത്? ദ്രൗപദിയിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചും ശീല പ്രഭുപാദി ഇവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ പാരിജാതം വൃക്ഷം അദ്ദേഹം അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പൊ ആ സമയത്ത് ഇന്ദ്രൻ തടയുന്നു. ഒന്ന് ആലോചിക്കണം, ദേവരാജൻ ഇന്ദ്രൻ ഭഗവാനെ തടയുന്നു, കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ദേവരാജൻ ഇന്ദ്രൻ ഓർക്കുന്നില്ല ഇതെല്ലാം ഭഗവാൻ തന്നെ കൊടുത്തിട്ടുള്ളതാണ് എന്നുള്ളത്. എന്നാലും ഇന്ദ്രദേവൻ തീർച്ചയായിട്ടും അദ്ദേഹം വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തൻ തന്നെയാണ്. അപ്പൊ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് നമുക്കുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ കൃഷ്ണന്റെ മഹാകൃപ കൊണ്ട്, അതായത് പാരിജാതം എന്ന് പറയുന്ന വൃക്ഷം വളരെ സ്പെഷ്യലാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പുഷ്പങ്ങൾ തരുന്നു. അപ്പോൾ ദേവലോകത്ത് അത് വളരെ വളരെ ഫേമസ് ആണ്. പാരിജാതം കൊടുക്കുന്നത് ദേവലോകത്ത് വരാനുള്ള കാരണം ഭഗവാനാണ് അതിന്റെ പുറകിൽ, അല്ലെ? ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ഭഗവാൻ അറിയാതെ ഈ ലോകത്തൊന്നും നടക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാരിജാതം ഉള്ളത്, ദേവലോകത്തുള്ളത് ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ടാണ്. എന്നാൽ ആ പാരിജാതം ചോദിക്കാൻ വേണ്ടി കൃഷ്ണൻ ദേവലോകത്ത് വരുന്ന സമയത്ത് ഇന്ദ്രൻ തടസ്സം നിൽക്കുന്നു. ഇന്ദ്രൻ പറയുന്നത് ഇത് ഇവിടുത്തെയാണ്, കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. ആരോടാണ് പറയുന്നത്? ഭഗവാനോട്. അതായത് ആരാണോ ഇതിന്റെ ഉടമസ്ഥൻ, അദ്ദേഹത്തോട്. ഇന്ദ്രദേവൻ നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിലൂടെ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല. ഇപ്പോൾ ബൃഹസ്പതി വരുന്ന സമയത്ത് ഇന്ദ്രൻ എഴുന്നേറ്റ് നിന്നില്ല. അപ്പോൾ അതിന്റെ പുറകിൽ പിന്നെ ശാപം കിട്ടുന്ന ഒരുപാട് കഥകൾ നമുക്കറിയാം, അല്ലെ? ഇന്ദ്രദേവൻ പിന്നെ ഗോവർദ്ധന ലീലയിൽ നമുക്കറിയാം എന്താണ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഇതിലൂടെ ഭഗവാനും ഇന്ദ്രദേവനും നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ. അതായത് ഇന്ദ്രൻ പഠിപ്പിക്കുന്നു, അതായത് ചില സമയത്ത് ടെമ്പററി ആയി, താൽക്കാലികമായിട്ട് നമുക്ക് പല സേവനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ പല ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ ഇതൊക്കെ താൽക്കാലികമാണ് എന്നുള്ളതും ഭഗവാൻ തന്നിട്ടുള്ളതാണ് എന്നുള്ളതും നമ്മൾ ഓർക്കുക. അത് ഓർക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പിന്നെ അതിൽ അഹംഭാവം വരുന്നു. ഇത് എന്റേതാണ് എന്നുള്ളൊരു ചിന്ത വരുന്നു. പിന്നെ ആ എന്റേത് എന്നുള്ളൊരു ആ നിത്യഹങ്കാരം കൊണ്ട് ഈവൻ ഭഗവാനോട് പോലും ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിലൂടെ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ് നമ്മളെ. വലിയൊരു ലെസൺ ആണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഒന്നിന്റെയും ഉടമസ്ഥനല്ല എന്നുള്ളതും, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളിൽ, നേട്ടങ്ങളിൽ, ഈ ഭൗതിക ലോകത്തിലെ എന്താണെങ്കിലും, നമ്മുടെ ജനിച്ച സ്ഥലമാവട്ടെ, നമ്മുടെ പൊസിഷൻ ആവട്ടെ, പൈസയാവട്ടെ, നമുക്ക് എന്തെങ്കിലും ഫേമസ് ആണെങ്കിൽ അതാവട്ടെ, എന്താണെങ്കിലും, കഴിവുകളാവട്ടെ, ഇതെല്ലാം ഭഗവാൻ തന്നിട്ടുള്ളതാണ്. അത് മറന്നുകൊണ്ട് എന്റേത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അവിടെ ഫെയിൽ ആയി പോകുന്നു, അല്ലെ? അപ്പോൾ നാച്ചുറലി ഭഗവാനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഭഗവാൻ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നു. അവിടെ പോയി പാരിജാതം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നു, ഈവൻ ഭഗവാനോട് പോലും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നു ആളുകൾ. ഇന്ദ്രൻ അങ്ങനെ ആയിട്ടല്ല, അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു ഈ ലോകത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് സ്വാർത്ഥത കൂടുമ്പോൾ, മിഥ്യാഹങ്കാരം കൂടുമ്പോൾ, അല്ലെങ്കിൽ മിഥ്യാഹങ്കാരത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് എല്ലാം മറക്കുന്നു. ഞാൻ ആരാണെന്നും ഭഗവാൻ ആരാണെന്നും, ഞാൻ എങ്ങനെ ഇവിടെ എത്തി, എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ഒരു പൊസിഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ആരുടേതാണ് ഉടമസ്ഥൻ എന്നുള്ളതൊക്കെ മറന്നു പോകുന്നു. അതാണ് അവസ്ഥ. ഈ ഭൗതിക ലോകം ഇങ്ങനെയാണ്. മായയുടെ പിടിയിൽ നമ്മൾ പെടുമ്പോൾ എല്ലാം മറക്കുന്നു. എന്നിട്ട് ഇതെല്ലാം തന്നിട്ടുള്ള ആളോട് തന്നെ, ആളുടെ അടുത്ത് തന്നെ പോയി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. അതാണ് അവസ്ഥ. 38 യദ്ബാഹുദണ്ഡാഭ്യുദയാനു ജീവിനോ യദു പ്രവീരാഹി
അകുതോ ഭയാമുഹു അതിക്രമന്ത്യ അഗ്രിബിർ ആഹൃതം ബലാത് സഭാം സുധർമാം സുരസത്തമോചിതാം. മിനി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യദ്ബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദുപ്രവീരാഹി കുതോഭയാമുഹു അതിക്രമം വ്യം ഹൃതിരാഹൃതാംബല സഭാം സുധർമാം സുരസത്തമോചിതാം. ഹരേ കൃഷ്ണ. വിവർത്തനശീല പ്രഭുപാദ് ജി. യദുകുലത്തിലെ പ്രവീരന്മാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാഹുക്കളാൽ സംരക്ഷിക്കപ്പെടുകയാൽ എല്ലാവിധത്തിലും സദാ നിർഭയരായിരിക്കുന്നു. ആകയാൽ ശ്രേഷ്ഠരായ ദേവന്മാർ അർഹിക്കുന്നതും അവരിൽ നിന്നും ബലമായി പിടിച്ചെടുത്തതുമായ സുധർമ്മ സഭയെ അവരുടെ പാദങ്ങൾ ചവിട്ടിനിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ യദുവംശത്തിലെ ഹീറോസിനെ കുറിച്ചാണ് പറയുന്നത്. അവരെല്ലാവരും ഭഗവാന്റെ സംരക്ഷണത്തിലാണ്. കാര്യം ഭഗവാന്റെ സംരക്ഷണത്തിൽ ഉള്ളപ്പോൾ ആർക്കും പേടിയില്ല. അഭയ ചരണാരവിന്ദരെ, അല്ലെ? ഭഗവാന്റെ ശ്രീചരണങ്ങൾ ശരണം പ്രാപിക്കുന്നവർക്ക് അഭയം, അതായത് ഒരു പേടിയും അവർക്കില്ല. എല്ലാവരും ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്, ഭഗവാന്റെ സംരക്ഷണത്തിലാണ് എല്ലാവരും. ഇവിടെ പറയുന്നു ഈ സുധർമ്മ എന്ന് പറയുന്ന ആ ഒരു സഭ തന്നെ ആക്ച്വലി ദേവതമാർക്കുള്ളതാണ്. എന്നാൽ ഇവിടെ യദുവംശത്തിലുള്ളവർക്കൊക്കെ ആ സുധർമ്മയിൽ ഇരിക്കാനുള്ള ആ ഒരു അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ അത്രമാത്രം ക്വാളിഫൈഡ് ആണ് യദുവംശത്തിലുള്ളവർ എന്നാണ് പറയുന്നത്. അത്രമാത്രം ഭാഗ്യശാലികളാണ്, ഭഗവാന്റെ കൃപയുള്ളവരാണ്, ഭഗവാന്റെ സംരക്ഷണത്തിലുള്ളവരാണ് എന്നുള്ളതാണ്, ഭഗവാന്റെ ആ ഒരു സ്നേഹ വലയത്തിലുള്ളവരാണ് എന്നുള്ളതാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭഗവാന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി ഭഗവാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നു, എല്ലാ സൗകര്യങ്ങളും എല്ലാം തന്നെ കൊടുക്കുന്നു. ശ്രീല പ്രഭുപാദിജിയും ഭാവാർത്ഥത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. ഭഗവാനെ സേവിക്കുന്നവര്, ആത്മാർത്ഥയോടുകൂടി സേവിക്കുന്നവര്, ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം അവർക്കുണ്ട് എന്നുള്ളത്. ഒരു പേടിയും അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു പേടിയുമില്ല, ഒന്നും തന്നെ അലട്ടാൻ പോകുന്നില്ല. ഭഗവാൻ സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ ആണ് കൊടുക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഭഗവാൻ എല്ലാവരോടും ഒരേപോലെ എല്ലാവരെയും സംരക്ഷിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭക്തരെ, അദ്ദേഹത്തോട് സ്നേഹം കാണിക്കുന്നവര്, ആ ശുദ്ധ ഭക്തരെ അദ്ദേഹം കൂടുതൽ സ്നേഹിക്കുന്നു. അവരോടുള്ള സ്നേഹം അദ്ദേഹത്തിന് കൂടുതലാണ്. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി ന പ്രിയ യേ ഭജന്തി തുമാം ഭക്ത്യ മയി തേഷു ചാപ്യഹം. ഭഗവത്ഗീതയിൽ പറയുന്നു, അല്ലെ? സമൂഹം സർവഭൂതേഷു, എല്ലാവരോടും ഭഗവാൻ പറയുന്നു അർജുനനോട്, എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട്, എല്ലാവരെയും ഞാൻ ഒരേപോലെ കാണുന്നു. നമേ ദ്വേഷ്യോ സ്തിന പ്രിയ, എനിക്ക് പ്രിയപ്പെട്ടവരോ ദ്വേഷമോ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല, ഞാൻ എല്ലാവരെയും ഒരേപോലെ കാണുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഏ ഭജന്തി തുമാം ഭക്ത്യ, എന്നാൽ ആരാണോ എന്നെ ആത്മാർത്ഥയോടുകൂടി ഭജിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് മയി തേഷു ചാപ്യഹം, അങ്ങനെയുള്ളവരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട്. മാത്രമല്ല അവർക്ക് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സംരക്ഷണവും കെയറുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഭക്തരാവുമ്പോൾ ഭഗവാന്റെ സ്പെഷ്യൽ സർക്കിളിലാണ് നമ്മൾ വരുന്നത്. അല്ലെങ്കിൽ നോർമൽ ഇപ്പോൾ ആനയും പൂച്ചയും നായയും അവർക്കും ഭക്ഷണം കിട്ടുന്നു, അവർക്കും വായുവുണ്ട്. ഇനി കാട്ടിലെ കാര്യമാണെങ്കിൽ ആരും പോയി അവിടെയുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, എല്ലാം ഭഗവാൻ ചെയ്തു കൊടുക്കുന്നു, അല്ലെ? എല്ലാവരെയും ഭഗവാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഭക്തരാവുമ്പോൾ, ഭഗവാനോട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ, ഭഗവാൻ പറയുന്നു അവർ പിന്നെ എന്റെ കൺട്രോളിലാണ്, അതായത് ഞാൻ അവരുടെ ഡ്രൈവറാണ് എന്നുള്ള രീതിയിൽ. അതായത് അവരുടെ ജീവിതം എന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായി ഞാൻ സംരക്ഷിക്കും. അവരെപ്പോഴും, അങ്ങനെയുള്ളവര് എന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവും. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കെയർ ആണ് ഭഗവാൻ കൊടുക്കുന്നത്. അത് ഒരു പാർഷ്യാലിറ്റി അല്ല, മറിച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? നമ്മളെപ്പോഴും പറയാറുള്ള പോലെ അനുസരണയുള്ള കുട്ടികളോട് ഒരു സ്നേഹം കൂടുതലുണ്ടാവും ടീച്ചർമാർക്ക്, അല്ലെ? സ്കൂളിലുള്ള ടീച്ചർമാർക്ക്.
എന്നാൽ അതിന്റെ അർത്ഥം മറ്റുള്ളവരെയും പഠിക്കാത്തവരെയും പഠിപ്പിക്കുന്നില്ല. എല്ലാവരെയും ഒരേപോലെ സിലബസ് പഠിപ്പിക്കുന്നു, പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഒരേപോലെ പഠിപ്പിക്കുന്നു. എന്നാൽ കൂടുതൽ അനുസരണയുള്ള കുട്ടികളോട്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുട്ടികളോട്, നന്നായി പഠിക്കുന്ന കുട്ടികളോട് ഒരു സ്നേഹം ടീച്ചർക്ക് ഉണ്ടാവും. അതേപോലെ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതും ഇതിലൂടെ നമുക്ക് ഓർക്കാവുന്നതാണ്. ഓക്കെ, പ്രഭുപാദ് ഒരു കാര്യം കൂടെ ശില പ്രഭുജി ഭാവർത്തിൽ പറയുന്നു. ഇവിടെയുള്ള ബദ്ധാത്മാക്കള്, നമ്മളെ പോലുള്ള ആളുകൾ എപ്പോഴും പേടിയും ആദിയും വ്യാകുലതയുമാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? പേടി ഒരിക്കലും മാറുന്നില്ല. എന്ത് സംഭവിക്കും, എനിക്ക് എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, അസുഖം വന്നാൽ എന്ത് ചെയ്യും, ഒരുപാട് ചോദ്യചിഹ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ. കറക്റ്റ് അല്ലേ? ശിലപ്രഭാജി പറയുന്നു, ഒരു മുക്താത്മാവിനെ സംബന്ധിച്ച് ഒരിക്കലും പേടിയില്ല. അവർക്ക് ആരെയും പേടിയില്ല, ഒന്നിനെയും ഒരു സാഹചര്യത്തിലും അവർ വിറക്കില്ല. ശിലപ്രഭാജി പറയുന്നത് എങ്ങനെയാണ്, അർത്ഥം ഇവിടെ ഉപമ തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു കുഞ്ഞ് പൂർണ്ണമായും അച്ഛനെയും അമ്മയും ആശ്രയിക്കുന്നു, കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഉദാഹരണം, ചെറിയ കുട്ടികൾ, അച്ഛൻ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നു കുട്ടിയെ, അല്ലെ? ഒരു കുട്ടിയുടെ കൈ പിടിച്ച് അച്ഛൻ റോഡ് ക്രോസ് ചെയ്യുന്നു. കുട്ടിയെ സംബന്ധിച്ച് വണ്ടി വരുന്നുണ്ടോ വണ്ടി വരുന്നില്ലേ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അച്ഛന്റെ കൈകളിൽ സുരക്ഷിതനാണ് എന്നുള്ള വിശ്വാസം ആ കുട്ടിക്കുണ്ട്. അച്ഛനുണ്ട് എന്റെ കൂടെ, ഞാൻ പൂർണ്ണമായിട്ടും അച്ഛനെ ആശ്രയിക്കുന്നു, അച്ഛനാണ് ചെയ്യുന്നത്. കുട്ടി നോക്കുന്ന പോലില്ല വണ്ടി വരുന്നുണ്ടോ ഇല്ലേ. അങ്ങനെയാണ്. അതേപോലെയാണ് പൂർണ്ണമായും ഭഗവാനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ പിന്നെ ഒന്നും നമ്മൾ നോക്കേണ്ട, ഭഗവാനാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം നമ്മുടെ കൈ മുറുക്കി പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതാണ് ബദ്ധാത്മാക്കളും മുക്താത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം. മുക്താത്മാക്കൾ പൂർണ്ണമായും അഭയം, അതായത് അവർക്ക് ഒരു പേടിയുമില്ല. കാരണം പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞ് അച്ഛനെ ആശ്രയിക്കുന്ന പോലെ ആ ഒരു സംരക്ഷണത്തിൽ വിശ്വാസം ഉണ്ട്. ആ സംരക്ഷണത്തിൽ പൂർണ്ണമായും ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് ഒരു പേടിയില്ല അവർക്ക്. മറിച്ച് ബദ്ധാത്മാക്കളാവുമ്പോൾ അവർക്ക് പേടിയാണ്. കാര്യം ആ ഭഗവാനോടുള്ള ഡിപ്പെൻഡൻസി ഇല്ല, ഭഗവാനെ നമ്മൾ ആശ്രയിക്കുന്നില്ല. ഞാൻ എന്റെ എന്ന് പറഞ്ഞു നിൽക്കുന്നു. അതിലൂടെ നമുക്ക് പേടിയും ആദിയും ഭയവും ഒക്കെ കടന്നു കൂടുന്നു. അതാണ് അഭയം അല്ലെങ്കിൽ പേടിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പൂർണ്ണമായും ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ സൊല്യൂഷൻ. പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ കണ്ടിന്യൂ ചെയ്യാം. ക്ഷമിക്കണം, ഇന്നത്തെ ദിവസം വൈകിപ്പോയി. കാരണം ഞാൻ വീണ്ടും ഒരു യാത്രയിലാണ്. ഇവിടെ തന്നെ, ഈ രാജ്യത്ത് തന്നെ വേറൊരു സ്ഥലത്താണ്, വേറൊരു സിറ്റിയിലാണ്. അപ്പോൾ ജോലി സംബന്ധമായി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്താൻ കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ടാണ്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമ്മൾ തിങ്കളാഴ്ച ബാക്കിയുള്ള ശ്ലോകങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. 34 മുതൽ 38 വരെ നമ്മൾ ഇന്ന് പഠിച്ചു. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നാളെ അടുത്ത ആഴ്ചയിൽ നമ്മൾ ബാക്കിയുള്ളത് നോക്കാം. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് की जय, ग्रंथराज श्रीमद् भागवतम की जय, समवेद गौर भक्तवृंद की जय, शचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम, हिताय गौर प्रेमानंद. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? അതുപോലെ ഭഗവാന്റെ കൃപയും അതുപോലെ ഗുരുകൃപയും അല്ലെ, ഗുരുകൃപയും ഉണ്ടെങ്കിലും പേടിക്കണ്ട, ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിലും പേടിക്കണ്ട. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല ശരിക്കും പറയാം. ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗുരു മഹാരാജ് വന്നിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫോറിനർ വന്നിരുന്നു. അപ്പൊ ആക്ച്വലി ഇവരെല്ലാം ഉള്ളിൽ കൊണ്ടുപോകാന്നുള്ളൊരു സേവയായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോ ഒരു ഭക്തൻ എപ്പോഴും ഗുരു മഹാരാജിന്റെ കൂടെ നിന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വേണ്ട, എനിക്ക് ഗുരു മഹാരാജ് ഉണ്ട്, അത് മതിയെന്ന് പറഞ്ഞിട്ട് പുള്ളി വളരെ കൂളായിട്ട് വന്നു. ഞാൻ പറഞ്ഞു എങ്ങനെ അങ്ങേക്ക് ദർശനം കിട്ടും? ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു
ഗുരുദേവൻ ഉണ്ടല്ലോ, ഗുരുദേവൻ മാത്രം മതി എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഉറച്ച വിശ്വാസം. അപ്പോ ഉള്ളിലേക്ക് കടത്തുന്ന എല്ലാ ആൾക്കാരെയും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഗുരു മഹാരാജിന്റെ വീൽ ചെയർ ഉരുട്ടി കൊണ്ടുപോയതുകൊണ്ട് ഇദ്ദേഹത്തിന് ചോദിച്ചില്ല. അതുപോലെ അദ്ദേഹത്തിന് ആദ്യം ദർശനം കിട്ടുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഗുരുവിനെ അദ്ദേഹം പരിപൂർണമായിട്ട് ആ വിശ്വാസം ഗുരുദേവൻ രക്ഷിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഭഗവാനും പ്രഭു പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് അത് ഓർമ്മ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഗുരുവിന്റെ കൃപ എന്ന് പറയുന്നത്, ഭഗവാന്റെ കൃപ ഗുരുവിലൂടെ വരുന്നു. അപ്പോൾ ഭഗവാന്റെ കൃപ ഇവിടെ ഈ ലോകത്ത് നമ്മൾ അനുഭവപ്പെടുന്നത് പല രീതിയിലൂടെയാണ്. നേരിട്ടുള്ള കൃപയാവാം, അല്ലെങ്കിൽ ഗുരുവിലൂടെ ആവാം. അപ്പോൾ ഭഗവാന്റെ കൃപ എങ്ങനെ വൈഷ്ണവരിലൂടെ ആവാം, നല്ല ഭക്തരിലൂടെ ആവാം. കൃപ പല രീതിയിലും വരുന്നുണ്ട്, ശാസ്ത്രങ്ങളിലൂടെ ആവാം. സോ ഗുരുവും ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഗുരുവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടുപേരെയും നമ്മൾ ഒരേപോലെയാണ് കാണേണ്ടത്. തത്വത്തിലല്ല, പക്ഷെ നമ്മുടെ ഭാവത്തിൽ നമ്മൾ കാണേണ്ടത് അങ്ങനെ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ആ ഒരു ഭഗവാനുള്ള സ്ഥാനം തന്നെയാണ് ഓരോ ശിഷ്യരും ഗുരുവിന് കൊടുക്കേണ്ടത്. അതിനൊരു സംശയമില്ല. അങ്ങനെയുള്ള വിശ്വാസമുള്ളവര് ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ബോധത്തിലാണ് സേവനം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഭാവമാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ആത്മീയ പുരോഗതി വളരെ വേഗമായിരിക്കും, സ്പീഡ് കൂടും. ഗുരുവിലുള്ള വിശ്വാസം കുറയുമ്പോൾ അതനുസരിച്ച് സ്ലോ ആവും. കാര്യം ഗുരുവിലൂടെയാണ് ഭഗവാനിലേക്ക് നമ്മൾ എത്തുന്നത്, അല്ലാതെ നേരിട്ടുള്ള എൻട്രി നമുക്കില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, ഗുരുത്വത്തെ ഓർമ്മിപ്പിച്ചതില്ലേ. ഹരേ കൃഷ്ണ. വരിക പ്രഭുജിയോട് ആദരവപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ രാമ രാമ പതിദാനാംബാവിനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേക കോടി വൈഷ്ണവൃന്ദಕ್ಕೆ ഹരിനാമ സങ്കീർത്തനയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശില പ്രഭുപാദയ്ക്ക് ജയ ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ. ഹരേ കൃഷ്ണ പ്രഭുജി, തന്റെ വർത്തന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ